ഹലോ നമസ്കാരം, ഞാൻ ബിനുമോഹന. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ചിത്തോർ ഫോർട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഞങ്ങളൊരു ഒഫീഷ്യൽ മീറ്റിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് വന്നതാണ്. എന്നോടൊപ്പം ഞങ്ങളുടെ ബോസ് ഹേമന്ത് സാറുണ്ട്. അതോടൊപ്പം തന്നെ ഹായ് പറഞ്ഞേ സാറേ. ഹായ്. ഇതോടൊപ്പം തന്നെ എൻ്റെ കൊളീഗ് നിജാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റൊരു കൊളീഗ് എഡ്വിൻ പോൾ ഉണ്ട്. അതോടൊപ്പം എൻ്റെ ഒപ്പം മറ്റൊരു കൊളീഗ് മിസ്റ്റർ മനോജ് ഉണ്ട്. അനന്തു ഭായ്, അനന്തു കമോൺ. എന്നോടൊപ്പം മിസ്റ്റർ എൻ്റെ വൺ ഓഫ് ദ കൊളീഗ് മിസ്റ്റർ അനന്തു ഉണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രാജസ്ഥാൻ ഒന്ന് കാണാനായിട്ട് എത്തിയതാണ്. അപ്പോൾ നമ്മൾ ചിറ്റൂരിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. ഇത് നമ്മുടെ മൊത്തം സുഹൃത്തുക്കളാണ് ഉള്ളത്. ഹായ് ഹായ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞിട്ട് പോകോ കേട്ടോ. വലിയൊരു മലയുടെ മുകളിലാണ് ഈ പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ചിറ്റോർ ടൗൺ ആണ് ഈ കാണുന്നത്. കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഏതാണ്ട് നമ്മുടെ ബേസ് ബോർഡ് വെട്ടി അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനിടയായി. വളരെ വിശ്വസനീയമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു മലയുടെ മുകളിലാണ് ഈ പോർട്ട് പണിയപ്പെട്ടിരിക്കുന്നത്. റാണി കുംഭ പാലസ് എന്നും ഇതിന് മറ്റൊരു പേരൂടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് അല്ലെ കോട്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതാണ്ട് 700 ഏക്കർ വിസ്തൃതി ഈ പോർട്ടിനുണ്ട്. ചുറ്റുമതിൽ തന്നെ ഏതാണ്ട് 13 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെറുതും വലുതുമായിട്ടുള്ള 113 ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ 84 ചെറിയ ജലസംഭരണികളും ഈ കോട്ടയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബനാറസ് നദിയുടെയും അതുപോലെ തന്നെ ശബരി നദിയുടെയും തീരത്താണ് ഈ പോർട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാണാനായിട്ട് ഏത് ദിക്കിൽ നിന്ന് നോക്കിയാലും വളരെ ഭംഗിയാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യരാണ് ഈ മലയുടെ മുകളിൽ ഈ പോർട്ടിൻ്റെ പണി തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഏതാണ്ട് 52ഓളം രജപുത്രന്മാർ ഈ കോട്ട ഭരിക്കുകയും അവരുടേതായിട്ടുള്ള നിർമ്മിതികൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കോട്ട ഇതുപോലെ വലുതായി പണിയാനായിട്ട് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനിടയിൽ ഏതാണ്ട് 52ഓളം രജപുത്രന്മാർ ഭരിച്ച ഇതിനിടയിൽ ഏതാണ്ട് 27ഓളം ആക്രമണങ്ങളെ ഈ കോട്ട നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലേതാണ്ട് 24ഓളം ആക്രമണങ്ങളെ ഇവർ നമ്മൾ പരാജയപ്പെടുത്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതാണ്ട് 2-3 തവണ മാത്രമേ ഈ ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ളവർക്ക്. ആ പരാജയങ്ങളെല്ലാം വൻ പരാജയങ്ങളായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നിപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഈ കോട്ടയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾക്ക് കാണുന്നത് ഇതിനകത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അല്ല ഇതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാർഡൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. വളരെ മനോഹരമായിട്ടാണ് അവരത് പരിപാലിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ വൃത്തിയാണ്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗൈഡ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നതാണ്. There are many things to see. If you want to see the fort properly, you have to stay for a bit at least. So many things are. നമ്മളിവിടെ ഒരു ഗൈഡിനെ പരിചയപ്പെട്ടാണ്. അതായത് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളുമൊക്കെ പറയുന്നത് നമുക്ക് വീക്ഷിക്കാം. Because many kings lived here, and the city of Chittor was inside the fort before 1857. About 90,000 people used to live here. Such a big fort. ഒരു വെള്ളത്തിൻ്റെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കൊട്ടാരമാണത്. റാണി പത്മിനി കൊട്ടാരം എന്നാണ് ആ കൊട്ടാരത്തിന് അറിയപ്പെടുന്നത്. Story runs that first of all, this fort was built by the Maurya dynasty of Rajasthan. King Chitrangada Maurya built this fort in 5th century. So originally, Chitrakoot was the old name of this place. Maurya family ruled up to 8th century.
Then it was captured by one of the Rajput king Bapa Rawal, and Rajput family ruled up to 16th century. Sandalwood coconut, and all the ladies and children, they burnt into the fire to save their honor and religion from the enemy. This type of the sacrifice is called Johar. Johar is a type of mass immolation, mass suicide, and this is different from Sati. Sati is the self-immolation, that was a social activity. Johar was the mass immolation, and that was the sacrifice. Sir, excuse me. थोड़ा इसको बंद कर. എന്നെ അതിശയിപ്പിച്ച സത്യത്തിൽ ഇത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു പോർട്ട് അവർ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്ന് കാണുമ്പോഴാണ് എന്നിൽ അതിശയം തോന്നുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അവരത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ളൊരു പാസേജാണ്. ഈ പാസേജ് വഴി നമ്മുടെ റാണി പത്മിനി കൊട്ടാരത്തിലേക്ക് പോകാമെന്നാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഏറ്റവും വലിയൊരു കവാടമാണ്. ഇതിൻ്റെ അകത്ത് സൂരജ് ബോൾ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഡോറയിൽ ഇരുമ്പിൻ്റേതായിട്ടുള്ള കുന്തമുനകളാണ് വെച്ചിരിക്കുന്നത്. യുദ്ധസമയത്ത് ഇവിടെ കൊടിയ വിഷം ഇതിൽ പുരട്ടി വെക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഒരു വളരെ എന്താ പറയുന്ന ഒരു ഭീകരത അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിശയത്തിൽ നമുക്ക് നമ്മുടെ ഈ കവാടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ശകലം അകലെ എന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്തൂപമാണ്, അല്ലെങ്കിൽ ഇതിനെ വിജയസ്തംഭ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഏതാണ്ട് 9 നിലകളിലാണ് ഇത് പണിതിരിക്കുന്നത്. നമ്മുടെ നവഗ്രഹങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്ന രീതിയിലേക്കാണ് അവരത് പണിത് വച്ചിരിക്കുന്നത്. 157 പടികൾ കയറിയാൽ ഇതിൻ്റെ മുകളിലെത്താം എന്നാണ് പറഞ്ഞത്. നമുക്ക് കയറാനൊന്നും സാധിച്ചിട്ടില്ല, പക്ഷേ അതങ്ങനെയാണ് അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. വളരെ ലൈറ്റനിങ് ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് ഈവനിങ്ങോട് കൂടിയാണ് ഒരു 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രിയിൽ പോലും ലൈറ്റനിങ് ഒക്കെ ചെയ്തു വളരെ ഭംഗിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ അടുത്തത് പോകുന്ന ഇത് കോട്ടയ്ക്കകത്തുള്ള മുഗൾ മന്ദിർ എന്ന് പറയുന്ന ഒരു ചെറിയ വലിയ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുഗൾ മന്ദിറിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. നമ്മളിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. മുഗൾ മന്ദിറിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചെരുപ്പുകളൊക്കെ വെളിയിൽ ഊരിയിട്ടിട്ടാണ് എല്ലാവർക്കും എൻട്രി കൊടുത്തിരിക്കുന്നത്. ഓരോ പില്ലറും ഒക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് നല്ല രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ വിഗ്രഹമാണ് നമ്മൾ കാണുന്നത്. depend on monsoon. But this water tank is a natural spring. Water comes naturally
മുഗൾ മന്ദിറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിറ്റോർ ഫോർട്ടിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. This is called Tower. And you can see the wall of the fort since 15th century all around the hill. See the small palace. ഇന്ത്യയുടെ ഒരു അഭിമാന കോട്ടയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രയ്ക്കും വലിയൊരു സംഭവം തന്നെയാണത്. സാധിക്കുമെങ്കിൽ എല്ലാവരും വന്നൊന്ന് കാണാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം തന്നെ പറയും. നമ്മൾ വിദേശത്തൊക്കെ പോയി പലതും കാണുന്നതിനെക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ഇന്ത്യയിലെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മൾ പറയും. ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്, ഏതാണ്ട് 52ഓളം രജപുത്രന്മാർ ഭരിച്ച സമയത്ത് ഏതാണ്ട് 27ഓളം അക്രമങ്ങളെ നേരിട്ടിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് പരാജയം സംഭവിച്ചത് 3-4 ആണെങ്കിൽ പോലും ആ പരാജയങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് റാണി പത്മിനിയെ സ്വന്തമാക്കാൻ വേണ്ടി അലാവുദ്ദീൻ ഖിൽജി ചെയ്ത ഒരു യുദ്ധമാണ് എടുത്തു പറയേണ്ടത്. അലാവുദ്ദീൻ ഖിൽജിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പോർട്ടിലെ രജപുത്രന്മാർ പരാജയപ്പെടുകയും നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി റാണി പത്മിനിയെ സ്വന്തമാക്കുവാനായിട്ട് കോട്ടയ്ക്കുള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ പ്രവേശിച്ചപ്പോൾ ഏതാണ്ട് റാണി പത്മിനിയും അതോടൊപ്പം തന്നെ 1600ഓളം സ്ത്രീകളും ചേർന്ന് സ്വയം തീ കൊളുത്തി ആത്മഹൂതി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മുടെ ഈ പത്മാവതി ചിത്രത്തിൻ്റെ അകത്ത് നമുക്കത് കാണാനുമായിട്ട് സാധിക്കും. ഇത് ഇങ്ങനെ ഈ ആത്മഹൂതി ചെയ്തതിനെ അവർ പറയുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ ജൗഹർ എന്നാണ് ആ വീടിന് പറയുന്നത്. അതായത് ആത്മാഭിമാനം സംരക്ഷിക്കാൻ നടത്തിയ ഈ കൂട്ട ജീവത്യാഗത്തിന് ജൗഹർ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അതിനുശേഷവും ഒരുപാട് തവണ ജൗഹർ അനുഷ്ഠിച്ചിട്ടുണ്ട്, അല്ലെ ജൗഹർ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായ ഇതിൻ്റെ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ചിറ്റോർ ബോട്ടിൻ്റെ രാത്രിയുടെ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കേ. അടിപൊളി. ചിറ്റോർ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോരാനായിട്ട് തോന്നത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ പതാക ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഒരു 7 മണി 8 മണിയോട് കൂടി നല്ല തണുപ്പായി. ഇത് പോർട്ടിന് വെളിയിൽ നിന്ന് ഞങ്ങളെടുത്ത ഒരു വീഡിയോ ആണ്. ലൈറ്റനിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം പോർട്ടിന് താഴെ നിന്ന് മലമുകളിൽ നമ്മുടെ സ്ഥാപിച്ചുള്ള ചിറ്റോർ പോർട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. കഴിയുമെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിദേശത്തൊക്കെ പോയി പല കാഴ്ചകളും കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.